ഈ കേരളം കാണാത്ത ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് നമ്മളിപ്പോൾ സാക്ഷ്യം കൊണ്ടിരിക്കുകയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഒരു സാമുദായിക നേതാവിൻ്റെ കാല് പിടിക്കാൻ പോകും. സത്യപ്രതിജ്ഞാ സമയം 10 മണിയായിരുന്നു കേട്ടോ. ആ 10 മണി എന്നത് കുറിച്ചത് ഒരു ജോത്സ്യനാണ്. വി ഡി സതീശന് എന്തോ വലിയ വായനക്കാരെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ആളെന്നൊക്കെ പറയുന്നു. അദ്ദേഹം ദയവ് ചെയ്ത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ എല്ലാം ചരിത്രം ഒന്ന് വായിക്കണം. ഈ ജവഹർലാൽ നെഹ്റു അറിയാമല്ലോ, അദ്ദേഹം പുരോഗമനവാദിയായിരുന്നു, അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു, ശാസ്ത്രത്തിന് വേണ്ടി വലിയ ഉറച്ച നിലപാട് കൈക്കൊണ്ട ഒരാളായിരുന്നു. നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്രാവബോധത്തിന് വേണ്ടി നിലപാട് കൈക്കൊള്ളണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നിലപാടെടുത്ത ആളായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ എല്ലാം പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വലിയ വായനക്കാരനായ വി ഡി സതീശൻ ആദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകങ്ങളെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് മറച്ചു നോക്കണം. ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുത്രി ഇന്ദിരാഗാന്ധി, ഈ ഇന്ദിരാഗാന്ധിയുടെ ഈ ജീവിതത്തിന് അറിയാമല്ലോ 2 ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ നല്ല ഒരു സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. നമുക്കറിയാലോ, ബാങ്കുകൾ ദേശസാൽക്കരിച്ചു, പ്രിയോപ്രസസ് നിർത്തലാക്കി, ഒരുപാട് സമീപനങ്ങളെല്ലാം കൈക്കൊണ്ടു. അന്ന് കോൺഗ്രസ്സിലെ മഹാഭൂരിഭാഗം വരുന്ന കോൺഗ്രസ്സുകാരും അതിനൊക്കെ എതിരായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിക്ക് എല്ലാ പിന്തുണയും നൽകി, പാർലമെൻറ്റിനകത്തും പുറത്തും എല്ലാ പിന്തുണയും എല്ലാം നൽകി. അന്ന് ഇന്ദിരാഗാന്ധിക്ക് വേണ്ട ഭൂരിപക്ഷം തയ്യാറാക്കി കൊടുത്തത് ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളായിരുന്നു. അതൊക്കെ പോട്ടെ, ചരിത്രം, അതിൻ്റെ രാഷ്ട്രീയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ 2ാം ഘട്ടം എന്ന് പറയുന്നത്, ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടിയെയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അവരുടെ രാഷ്ട്രീയ ബോധത്തെയോ അതുമല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പിതാവ് ജവഹർലാൽ നെഹ്റു അവർക്ക് പകർന്നു നൽകിയ യുക്തിബോധത്തിൻ്റെയും ഒന്നും അടിസ്ഥാനത്തിലുള്ളതായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേഷ്ടാവായി ഒരാൾ രംഗത്ത് വന്നു, ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന് പറയും. ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പേറിയ ഒരു ജോത്സ്യനായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരി. ഈ ധീരേന്ദ്ര ബ്രഹ്മചാരി എന്താണോ പറയുന്നത്, എന്താണോ എഴുതി കൊടുക്കുന്നത്, അത് ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് ആര് മാറി? ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി മാറി. ഇന്ദിരാഗാന്ധിയുടെ അറിയാമല്ലോ, കുടുംബത്തിൽ വലിയ പ്രശ്നമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രതിപക്ഷ പാർട്ടികളായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? മരുമോൾ മനേകാ ഗാന്ധി ആയിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മനേകാ ഗാന്ധി ആയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു. നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പട്ടിണിയോ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഒന്നുമല്ല. നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തെ സ്വന്തം മരുമോളാണെന്ന് ഇന്ദിരാഗാന്ധിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന ഒരു ജോത്സ്യനായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ട ആരായിരുന്നു? ധീരേന്ദ്ര ബ്രഹ്മചാരിയായിരുന്നു. ചില കോൺഗ്രസ്സുകാരൊക്കെ ഉപദേശിച്ചു, രാജ്യത്തൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ചില കോൺഗ്രസ്സുകാരൊക്കെ ഉപദേശിച്ചു. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് അത്ര വിശ്വാസം പോരാ. ഇന്ദിരാഗാന്ധി നേരെ ധീരേന്ദ്ര ബ്രഹ്മചാരിയോട് വരാൻ പറഞ്ഞു. അങ്ങനെ ധീരേന്ദ്ര ബ്രഹ്മചാരി ഇങ്ങനെ ഗടിച്ചു നോക്കിയ അവസാനം പറഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്കിടെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഇന്ദിരാഗാന്ധിയോട് ഉപദേശിച്ചതാരാണ്? ധീരേന്ദ്ര ബ്രഹ്മചാരിയായി. എന്തിനേറെ നമ്മുടെ അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിനകത്ത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്താൻ വരെ ഇന്ദിരാഗാന്ധി ഉപദേശിച്ചത് ധീരേന്ദ്ര ബ്രഹ്മചാരി. ആ ഇന്ദിരാഗാന്ധിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ജ്യോത്സ്യന്മാരുടെയും കുറേ അന്ധവിശ്വാസികളുടെയും എല്ലാം തന്നെ ഉപദേശങ്ങളനുസരിച്ച് ഇന്ന് ഭരണം നടത്തുന്ന നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശന് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാറുള്ളത്. എൻ്റെ വിഷയം അന്ധവിശ്വാസങ്ങളും മാധ്യമങ്ങളും എന്നതാണ്. സമീപകാലത്ത് കേരളത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നു. ഒരു ചാനൽ തുടങ്ങി പഴുത്ത കാലത്ത്, ബിഗ് ടി വി എന്നൊരു ചാനൽ. നിങ്ങളൊക്കെ അറിയുന്നുണ്ടോ ബിഗ് ടിവിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ആ ചാനലാണ് കുറഞ്ഞ സമയം കൊണ്ട് ലോഞ്ച് ചെയ്ത ചാനൽ. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട്, അതായത് ഇലക്ഷൻ വരാൻ പോവുകയാണ്, 3 മാസത്തിനുള്ളിൽ ചാനൽ ലോഞ്ച് ചെയ്യും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ ചാനലിൻ്റെ പിറകിൽ കോൺഗ്രസിൻ്റെ പ്രമുഖനായൊരു നേതാവാണ്. കേരളത്തിലെ പ്രമുഖനായൊരു നേതാവിന് മുഖ്യമന്ത്രി ആവാനായിട്ട് അദ്ദേഹം ആലോചിച്ചു. അപ്പോൾ കോൺഗ്രസിലെ പ്രമുഖനായ വേറൊരു നേതാവിനെ ഒന്ന് വെട്ടണം.
അപ്പോൾ ഈ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്ന ആ നേതാവിന് വേണ്ട എല്ലാ ഈ വാർത്താ അജണ്ടകൾ തയ്യാറാക്കുക, പബ്ലിക് റിലേഷൻ വർക്കുകൾ നടത്തുക, അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ചാനൽ തുടങ്ങണം. അങ്ങനെയാണ് നമ്മുടെ തെലങ്കാനയിലെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവാണ് അതിൻ്റെ ഉടമസ്ഥൻ. അയാളെ സ്വാധീനിച്ച് അതിൻ്റെ ഫണ്ടൊക്കെ സ്വരുക്കൂട്ടി സാധാരണ ഒരു TV ചാനൽ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻസൊക്കെ ക്യാമറ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കും. അതെല്ലാം വാടകയ്ക്ക് എടുത്തു, കാരണം കാത്തിരിക്കാൻ സമയമില്ല, മുഖ്യമന്ത്രി ആവാൻ തിരക്കാണ്. അപ്പോൾ ഒരു നേതാവിന് മുഖ്യമന്ത്രി ആവാനായിട്ട് ആരംഭിച്ചൊരു ചാനലാണ് ബിഗ് TV. വലിയ ശമ്പളം കേട്ടോ, വലിയ പണം കൊടുത്ത് വലിയ വലിയ ജേർണലിസ്റ്റുകളൊക്കെ രംഗത്തിറക്കി. എന്തിനു വേണ്ടിയിട്ട്? ഈ നേതാവിന് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചാനലിൽ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത. കാരണം എല്ലാ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. ഇന്ന് മാധ്യമങ്ങളിലൂടെയാണ് പ്രധാന പ്രചരണം നടത്തുന്നത്. അതിനകത്തൊന്നും അപ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതം പറയാറില്ല. പക്ഷേ ആ ചാനലിന് വേറൊരു പ്രത്യേകത ഉണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പൊങ്കാലയിട്ട ചാനലാണത്, ബിഗ് TV പൊങ്കാല. കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവരെന്ത് വെച്ചാൽ വലിയൊരു ബസ് നിറച്ച് കുറേ ആൾക്കാർ വന്ന് അവരുടെ വലിയ ജേർണലിസ്റ്റുകളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നിന്ന് അവരുടെ വനിതാ ജേർണലിസ്റ്റുകളെല്ലാം കൂടിയിട്ട് ഇവിടെ ആശാൻ സ്ക്വയർ ആ ഭാഗത്ത് ആ ചാനലിൻ്റെ ആൾക്കാർ, വനിതാ മാധ്യമപ്രവർത്തകരെല്ലാവരും കൂടി അങ്ങോട്ട് പൊങ്കാല ഇട്ടു. അങ്ങനെ പൊങ്കാല ഇട്ടിട്ടാണ് ആ ചാനൽ രംഗപ്രവേശനം ചെയ്തത്. പക്ഷേ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അറിയാറില്ല, ഇവരിമാതിരി പൊങ്കാലയിട്ട് ഈ കോമാളിത്തം കാണിക്കുന്ന സമയത്ത് ഈ തിരുവനന്തപുരത്ത് കുറച്ചപ്പുറത്ത്, എനിക്ക് തോന്നുന്നത് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഓഫീസില്ലേ, അതിൻ്റെ അവിടെ ഈ പൊങ്കാലയിട്ട ആ ഒരു അടുപ്പിൽ നിന്ന് തീ പടർന്ന് സാരിയാകെ ആദ്യം കത്തി, ശരീരമാകെ കത്തി. ഒരു സ്ത്രീ അതീവ ഗുരുതരാവസ്ഥയിലായി. ആദ്യം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അവരെ നേരെ കോഴിക്കോട്ടുകാരിയാണ്, കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. അവർ 2 ദിവസം അതീവ ഗുരുതരാവസ്ഥയിലായി. അവസാനം അവർ മരണമടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു സമയത്ത് ഒരു വശത്ത് മാധ്യമങ്ങളുടെ ഈ കോമാളിത്തം നടക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, പൊങ്കാല എന്ന് പറഞ്ഞാൽ കുറേ സ്ഥിരം സെലിബ്രിറ്റികളുണ്ടല്ലോ, ചിപ്പിയുടെ പൊങ്കാല. ഈ സംഗതികൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മറുവശത്ത് ഇവരൊരിക്കലും തന്നെ, നമ്മൾ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മൾ ഏത് ഈ ആഘോഷങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഉത്സവങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 വശങ്ങളുണ്ട്. ഒരു വശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ ആഘോഷമാണ്. ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് മഹാഭൂരിപക്ഷം പേരും. ഇപ്പോൾ തൃശ്ശൂർ പൂരം കാണാൻ ഭൂരിപക്ഷം പോകുന്നത് അതിൻ്റെ പിറകിൽ ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമല്ല. അവരെന്താ വെച്ചാൽ അതൊരു റിലാക്സേഷൻ. എൻ്റെ നാട്ടിൽ പട്ടാമ്പി നേർച്ച, ഞാൻ പട്ടാമ്പിക്കാരനാണ്. ഞാൻ സ്ഥിരം പോകാറുണ്ട്, അതിൽ പങ്കെടുക്കാറുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകാറുണ്ട്. കാരണം വെച്ചാൽ അന്ന് പട്ടാമ്പിയിലെ എല്ലാ ആൾക്കാരും കാണാം. പിന്നെ ആന, പാട്ട്, ഡാൻസ് എന്ന് പറഞ്ഞ് ആകെ ജഗപുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു അങ്ങനെയല്ല. ഇതിൻ്റെ പിറകിൽ എന്താ വെച്ചാൽ, നിങ്ങൾ ആലോചിക്കുക, കോഴിക്കോട്ട് നിന്ന് ആ സ്ത്രീ വരികയാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കണമെങ്കിൽ ഈ പൊങ്കാല നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പൊങ്കാലിട്ടാലാണ് അത്ര ഏറ്റവും ശക്തി ഉണ്ടാവുക. അവിടെ ഇങ്ങനെ ആ റോഡരികിൽ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി ഒരാഴ്ച മുമ്പ് തന്നെ അവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ കോഴിക്കോട്ട് നിന്ന് വന്നതാണ് ഈ സ്ത്രീ കോഴിക്കോട്ട് നിന്ന് വന്ന് ഇവിടെ തമ്പടിച്ച് അങ്ങനെ പൊങ്കാലയിട്ട ഒരു സ്ത്രീക്കാണ് ഈ ദാരുണമായ ഒരു അന്ത്യമുണ്ടായി. അതിൻ്റെ കാരണം എന്തെന്നാൽ ഇതിൻ്റെ പിറകിലെ ഈ അന്ധവിശ്വാസം, ഇതിൻ്റെ പിറകിൽ ആഘോഷം, ശരി ആയിക്കോട്ടെ, ഇതിൻ്റെ പിറകിൽ അന്ധവിശ്വാസം ആരും തന്നെ അത് പറയുന്നില്ല, പ്രചരിപ്പിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് അറിയാമല്ലോ, ഒരു സ്ത്രീ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇരയായി അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷവും ഉണ്ടായി. കഴിഞ്ഞ വർഷം ഈ സുദേശിനി അമ്മ എന്നൊരു സ്ത്രീ കേട്ടോ, കഴിഞ്ഞ വർഷം, ഇത് ഈ വർഷത്തെ ഞാൻ പറയുന്നത്, കഴിഞ്ഞ വർഷം സുദേശിനി അമ്മ എന്നൊരു സ്ത്രീ, അവരെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാപ്പനംകോട് ആ ഭാഗത്താണ്. അവർ രോഗിയായിരുന്നു, പാർക്കിൻസൺസ് ഉണ്ടായിരുന്നു, പാർക്കിൻസൺസ്. ഇവരെന്ത് ചെയ്തു വെച്ചാൽ വീടിൻ്റെ മുന്നിൽ റോഡരികിൽ പൊങ്കാല ഇടുകയായിരുന്നു. പൊങ്കാല ഇടുന്ന സമയത്ത് എത്ര നോക്കിയിട്ടൊന്നും കത്തുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇവരുടെ ഭർത്താവ് എന്ത് ചെയ്തു, വീട്ടിൽ പോയി. അവിടെ നിന്ന് ലൈറ്റ്നർ എന്തോ എടുത്തുകൊണ്ടാൻ വേണ്ടിയിട്ടാണ് പോയത്. അവർ പോയ സമയത്ത് ഈ സ്ത്രീ എന്ത് ചെയ്തു, വീണ്ടും കത്തിച്ച സമയത്ത് അത് തീ ആളിപ്പടർന്ന് പാർക്കിൻസൺസ് ആണ്. ഇവർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അവർക്കാകെ പൊള്ളലേറ്റ് ഏതാണ്ട് ഒരാഴ്ചയോളം മെഡിക്കൽ കോളേജിൽ കിടന്ന് അവസാനം അവർ മരിച്ചു.
പക്ഷെ ആ വാർത്ത നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഈ പൊങ്കാലയ്ക്ക് പൊള്ളലേറ്റ് ഒരു സ്ത്രീ ഇവിടെ മരിച്ചു, നിങ്ങളാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അട്ടപ്പാടിയിൽ ആന ചവിട്ടി ഒരാൾ മരിച്ചാൽ നിങ്ങൾ അറിയില്ലേ? അട്ടപ്പാടിയിൽ ഇത് ആന ചവിട്ടി ഒരാൾ മരിച്ചാൽ നിങ്ങൾ അറിയും. വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചാൽ നിങ്ങൾ അറിയും. പൊങ്കാലയ്ക്ക് പൊള്ളലേറ്റ് ഒരു സ്ത്രീ തിരുവനന്തപുരം നഗരത്തിൽ മരിച്ചു, നഗരവാസികളായ നിങ്ങളാരും അറിഞ്ഞിട്ടില്ല, അതറിയിക്കില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷം സുദേശിനി അമ്മ എന്നൊരു സ്ത്രീ മരിച്ചു. തൊട്ടടുത്ത ദിവസത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന വാർത്ത എന്താണെന്നറിയാമോ? പൊള്ളലേറ്റ് സ്ത്രീ മരിച്ചു, തിരുവനന്തപുരത്ത് ഇന്ന സ്ഥലത്ത് പൊള്ളലേറ്റ് ഒരു സ്ത്രീ മരിച്ചു, അവർ മറ്റേ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സ്വാഹ. അത് അങ്ങനെ ഒരു സ്വാഭാവികമായ പൊള്ളലേറ്റമല്ലായിരുന്നു. ആ മരണത്തിൻ്റെ കാരണം പൊങ്കാല അടുപ്പ് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് തീ പടർന്നതാണെന്നും ഇങ്ങനെ തീ പടർന്നതിനെ തുടർന്ന് അവർക്ക് കുറേ ദിവസം മെഡിക്കൽ കോളേജിൽ അവർ വിദഗ്ധ ചികിത്സയിലായിരുന്നെന്നും അവസാനം അവർ മരണത്തിന് കീഴടങ്ങിയെന്നും ദേശാഭിമാനി ദിനപത്രം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇവിടുത്തെ ഒരു ടി വി ചാനലിൻ്റെ ഹെഡ്ലൈൻ, ഒരു ടി വി ചാനലിൽ ഈ രണ്ട് സാധനവും കേട്ടോ, ഈ രണ്ട് മരണവും ഒരു ടി വി ചാനലിൽ അത് വാർത്തയായിട്ടുണ്ട്, ഒരു ടി വി ചാനലിൽ അത് ഹെഡ്ലൈൻ വാർത്തയായിട്ടുണ്ട്. അത് കൈരളി ചാനലാണ്. പക്ഷേ മറ്റ് ചാനലുകളൊന്നും അത് തൊട്ടിട്ടില്ല, ഒരു ചാനലും തൊട്ടിട്ടില്ല. കാരണം ഇതിന് പിറകിലെ അന്ധവിശ്വാസം, അതായത് പൊങ്കാല അടുപ്പിട്ട് കഴിഞ്ഞാൽ, പൊങ്കാല അടുപ്പ് കത്തിച്ച് അത് ദൈവത്തിന് അർപ്പിച്ചു കഴിഞ്ഞാൽ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും, പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല വരനെ കിട്ടും എന്ന ആ ഒരു അന്ധവിശ്വാസമുണ്ടല്ലോ, ആ അന്ധവിശ്വാസത്തിന് പൂർണ്ണേൽപ്പിക്കുന്ന യാതൊന്നും ചെയ്യാൻ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ തയ്യാറാവില്ല. ഇതാണ് ഒരു വശത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് എന്താണ് നടക്കുന്നത്? നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരിക്കലും തന്നെ വളരെ ലളിതമായ ഒരു യുക്തിയോ അല്ലെങ്കിൽ വളരെ നമ്മൾ കരുതുന്ന പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. ഇതെല്ലാം തന്നെ വളരെ സംഘടിതം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് മാധ്യമങ്ങൾ, മറ്റൊരു വശത്ത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുഖ്യധാരാ പാർട്ടികൾ, കോടതി, കോർപ്പറേറ്റുകൾ, ഇതെല്ലാം ചേരുന്ന ഒരു വലിയ ഒരു ശൃംഖലയാണ്. ഈ അന്ധവിശ്വാസ ശൃംഖല പറഞ്ഞാൽ ഒരു വലിയ ഒരു നീണ്ട നിരയാണ്. അതിനകത്ത് മാധ്യമങ്ങളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, കോർപ്പറേറ്റുകളുണ്ട്, ഭരണകൂടമുണ്ട്, എല്ലാം അടങ്ങുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ശബരിമലയിലെ യുവതീ പ്രവേശനം ശബരിമല യുവതീ പ്രവേശന കേസെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതി അടിയന്തര വാദം കേൾക്കാൻ തീരുമാനിച്ചു. എപ്പോഴാണ് അടിയന്തര വാദം കേൾക്കാൻ തീരുമാനിച്ചത്? കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്. ഈ ഒരു കീഴ്വഴക്കമുണ്ട്. കീഴ്വഴക്കം എന്താ വെച്ചാൽ, ഈ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളുണ്ട്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ ഒരിക്കലും തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങളിൽ പരിഗണിക്കാനേ പാടില്ല. അതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. സാധാരണ ഇലക്ഷൻ വരികയാണ്. ശബരിമല അറിയാലോ, അതൊരു വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള വിഷയമാണ്, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു വിഷയം. ഇങ്ങനൊരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു കഴിഞ്ഞാൽ കോടതി അപ്പോൾ എന്താ അത് ചെയ്യേണ്ടത് അറിയോ? അത് നമുക്ക് വാദം കേൾക്കാം, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. അല്ല, ഇത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഈ കേസിൻ്റെ വാദം കേൾക്കണം. കാരണം എന്താണ്? സുപ്രീം കോടതി, ഒരു സംശയവും വേണ്ട, നിങ്ങൾ എഴുതി വെച്ചോ, സുപ്രീം കോടതിയുടെ പുനഃപരിശോധനാ ഹർജിയിലെ വാദം കേൾക്കലൊക്കെ കഴിഞ്ഞ് സുപ്രീം കോടതി എന്ന് എഴുതി വെക്കുമെന്ന്, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കരുത്, അത് ആചാര ലംഘനം. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞ് വിധി എഴുതിയതാരാണ്? സുപ്രീം കോടതി. അതേ സുപ്രീം കോടതി ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കരുത്. ഇതേ സുപ്രീം കോടതി കുറച്ചു കാലം മുമ്പ് പല ഈ ദർഹകളിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതേ സുപ്രീം കോടതി തന്നെ ഇപ്പോൾ ശനിക്ഷേത്രം, മഹാരാഷ്ട്രയിലെ ശനിക്ഷേത്രം, അവിടെ യുവതികളെ പ്രവേശിപ്പിക്കണം, ആ വിധി നടപ്പിലാക്കി ഇപ്പോൾ യുവതികളെല്ലാം അവിടെ കയറുന്നുണ്ട്. അതേ സുപ്രീം കോടതി പക്ഷേ ശബരിമലയിലെത്തുമ്പോൾ യുവതികളെ പ്രവേശിപ്പിക്കരുതെന്ന്
അന്തിമമായ വിധി എഴുതും. കാരണം അതാണ് RSSന് വേണ്ടത്. നിങ്ങൾ ആലോചിക്കുക, സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ ആദ്യം പറയട്ടെ, ഈ ശബരിമലയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കേസോ ഈ കൂട്ടോ ഇല്ല എന്ന് കരുതാം. ശബരിമലയിൽ ആരും തന്നെ യുവതീ പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഏതെങ്കിലും കോടതിയിലോ പോയിട്ടില്ല എന്ന് കരുതുക. ഒരു നിയമ പോരാട്ടേ ഇല്ല എന്ന് കരുതുക. അവിടെ സ്ത്രീകളൊക്കെ സുഖമായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളും പോകുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും ആരും ഗൗനിക്കില്ല, ആ രീതിയിൽ പറയും. അങ്ങനെ ഇതെന്ത് ചെയ്തു വെച്ചാൽ, ഒരു ഹൈക്കോടതിയിൽ ആദ്യം ഒരു നിയമ പോരാട്ടമായി, അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടമായി. സുപ്രീം കോടതിയിൽ ഒരു സംഘം സ്ത്രീകൾ അവിടെ അങ്ങനെ ഒരു ഭൂതാൽപര്യ ഹർജി കൊടുത്ത്, ആ ഭൂതാൽപര്യ ഹർജി കൊടുത്തതൊക്കെ RSSകാരായ സ്ത്രീകൾ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ സുപ്രീം കോടതി ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്താൻ തീരുമാനിച്ചത്. ഇതിൻ്റെ അടുത്ത ദിവസത്തെ ജന്മഭൂമി ദിനപത്രത്തിൻ്റെ തലക്കെട്ട് എന്തായിരുന്നു അറിയാമോ? യുവതികൾ മല ചവിട്ടുമെന്നായിരുന്നു. യുവതികൾ മല ചവിട്ടും. നിങ്ങൾ ആലോചിക്കുക, ഇതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അത് പറഞ്ഞ അതേ സ്ഥാപനം, RSSൻ്റെ സ്ഥാപനമാണ് ജന്മഭൂമി. ഈ RSS അവിടെ ഇങ്ങനെ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ യുവതികളായ മാധ്യമപ്രവർത്തകരെ അടിച്ചോടിക്കുകയായിരുന്നു. സരിത ബാലൻ എന്നൊരു വനിതാ മാധ്യമപ്രവർത്തകരുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയില്ല. അവരന്ന് ന്യൂസ് മിനിറ്റ്സ് എന്ന ഇംഗ്ലീഷ് മാധ്യമത്തിൽ ജോലി ചെയ്യരുത്. അവരൊന്ന് ശബരിമലയുടെ 7 കാലത്തേക്കേ പോയിട്ടില്ല. അവരവിടെ താഴെ നിൽക്കുകയായിരുന്നു. അവരേനെ അടിച്ചോടിച്ച് ഇപ്പോഴും ആ സരിതാ ബാലൻ എന്ന മാധ്യമപ്രവർത്തകയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അടി കിട്ടി കുറേ ദിവസം അവർ ആശുപത്രിയിലായി. അപ്പം അന്ന് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ വാർത്തകളിൽ കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു TV ചാനൽ ഒഴികെ മറ്റെല്ലാ TV ചാനലുകളും ഉപയോഗിച്ചൊരു വാക്കുണ്ട്. എന്താ അറിയും? അതായത് ശബരിമലയിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ അയ്യപ്പ ഭക്തർ ആക്രമിച്ചു. അയ്യപ്പ ഭക്തർ, RSSകാരെന്ന് പറയില്ല. എൻ്റെ സുഹൃത്തായൊരു മാധ്യമപ്രവർത്തനം അടി കിട്ടി. ഞാൻ എൻ്റെ സുഹൃത്തായോണ്ട് തന്നെ അവൻ്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ. അടി കിട്ടി. അവനെ അടിച്ചത് RSSകാരാണ്. RSSകാർ മാത്രമല്ല, RSSൻ്റെ കേരളത്തിൽ പാറശാല തൊട്ട് കാസർഗോഡ് വരെയുള്ള ഏറ്റവും മികച്ച ഗുണ്ടാ സംഘത്തെയാണ് അന്ന് ഇവിടെ ഈ ശബരിമലയിൽ വിന്യസിച്ചത്. ഏറ്റവും വലിയ ഗുണ്ടാ സംഘത്തെയാണ്. അപ്പോൾ ആ ഗുണ്ടാ സംഘം കൂടി എൻ്റെ സുഹൃത്തായൊരു മാധ്യമപ്രവർത്തകനെ നന്നായി കൈകാര്യം ചെയ്തതിന് ശേഷം ആ സുഹൃത്ത് ഇങ്ങനെ ഫോണിലൂടെ ലൈവ് കൊടുക്കുക. എന്താ ലൈവ് കൊടുക്കുന്ന അറിയോ? അയ്യപ്പ ഭക്തർ എന്നെ ആക്രമിച്ചു. അയ്യപ്പ ഭക്തർ. അവൻ RSS എന്ന വാക്ക് പറയാൻ പോലും പേടിയാണ്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യപ്പ ഭക്തർ എന്നല്ലാതെ RSSകാർ എന്നെ ആക്രമിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു. ഇതാണ് ഇന്നത്തെ മാധ്യമ ലോകത്തിൻ്റെ അവസ്ഥ. ഇതിൻ്റെ എല്ലാറ്റിലും ഉണ്ട് കേട്ടോ, എല്ലാറ്റിലും ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊരു കുട്ടിക്ക് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പേരെന്താ, ശ്രീജ എന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല, IAS കിട്ടിയല്ലോ, 56 റാങ്ക്. സിവിൽ സർവീസിൽ 56 റാങ്ക് കിട്ടി കേരളത്തിലൊരു കുട്ടിക്ക്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ കുട്ടി പൊതുവിദ്യാലയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടി പാവപ്പെട്ടൊരു വീട്ടിലെ കുട്ടിയാണ്. പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി പൊതുവിദ്യാലയത്തിലൂടെ പഠിച്ചു വരുന്നൊരു കുട്ടിക്ക് സിവിൽ സർവീസിൽ 56 റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. നമുക്കൊക്കെ സന്തോഷിക്കാൻ, അഭിമാനിക്കാം. അത്തരക്കാരെയാണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരൊരു ഇൻ്റർവ്യൂവിലൊരു കാര്യം പറഞ്ഞു. ഈ നേട്ടത്തിൽ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ ആരാണ്? കൃപാസനമാണ്. കൃപാസനം പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ. കൃപാസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴയിൽ ഒരു കൃപാസനം പള്ളി ഉണ്ടല്ലോ. രസം എന്താ വെച്ചാൽ ആ പള്ളി നടത്തുന്ന ഒരു വീട്ടുവളപ്പിൽ ജോസഫോ എന്നോണം അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കഴിഞ്ഞ ഈ കോവിഡ് കാലത്തൊക്കെ അദ്ദേഹത്തിന് എന്നൊരു ഒരു ഹാർട്ട് അറ്റാക്ക് എന്തോന്ന് വന്നപ്പോൾ നേരെ പോയത് മറ്റേ ആശുപത്രിയിലേക്കാണ്. കൃപാസനം ചെയ്തു കഴിഞ്ഞാൽ, കൃപാസന പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ, ഉടമ്പടി പ്രാർത്ഥന എന്നാ പറയും, ഉടമ്പടി പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും പറയുമെന്ന് പറയുന്ന മതപുരോഹിതര് ഒരു ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ നേരെ പോകുന്നത് പള്ളിയിലേക്ക് കൃപാസനം ചെയ്യാൻ വേണ്ടിയല്ല, നേരെ പോകുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കാണ്. അപ്പോൾ അവിടെ ഈ കൃപാസനവും ഉടമ്പടി അതും ഇതും എല്ലാം ചെയ്തുകൊണ്ട് ഒരു വശത്ത് അന്ധവിശ്വാസങ്ങൾ ആളിക്കത്തിക്കുന്നു, ഇപ്പുറത്ത് കുറേ പണം സമ്പാദിക്കുന്നു.
പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മത്സരക്ഷമത വേണ്ട ഒരു പരീക്ഷയിൽ ജയിച്ച ഒരു കുട്ടി പറയുന്നു, എനിക്ക് ഈ നേട്ടം ഉണ്ടാക്കി തന്നത് കൃപാസനമാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഏതവസ്ഥയിലാണ്. ചാണ്ടി ഉമ്മൻ സൈക്കിളിലെ യാത്രയുള്ളൂ. ചാണ്ടി ഉമ്മൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ വലിയ ഇതായിരുന്നല്ലോ, പ്രകൃതിദത്തമായ പ്രചാരണം. പുതുപ്പള്ളി കൂടെ സൈക്കിൾ ചവിട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പക്ഷേ അറിയാമല്ലോ, ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. ചാണ്ടി ഉമ്മന് ഈ ചികിത്സയിലൊന്നും വിശ്വാസമില്ല. ചാണ്ടി ഉമ്മന് ദൈവികമായ പ്രാർത്ഥനയിലെ വിശ്വാസം. ഞാനിപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ട് ആരുടെയും തന്നെ വിശ്വാസം ഹനിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതിനൊക്കെ ചുറ്റിപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ശൃംഖലയിൽ രാഷ്ട്രീയക്കാർ, സർക്കാരുകൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ, നീതിപീഠങ്ങൾ, ഇവരെല്ലാം തന്നെ ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ഒരു തീവ്രത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു തീവ്രതയിലേക്ക് നമ്മുടെ കേരളം എത്തിയിട്ടില്ല. പക്ഷെ അത് എത്തിക്കഴിഞ്ഞാൽ അപകടകരമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംസാരിക്കുകയാണെങ്കിൽ ഒരാളെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. രാംചന്ദ്ര ഛത്രപതി നിങ്ങളൊന്നും കേട്ട് കാണാൻ സാധ്യതയില്ല. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ പോരായ്മയല്ലാതെ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. റാം റഹീം സിംഗ് എന്നൊരാളെ നിങ്ങൾക്കറിയാലോ. റാം റഹീം സിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പേറിയ ഒരു മനുഷ്യദൈവമായിരുന്നു. ഇപ്പോഴുമാണ് കേട്ടോ റാം റഹീം സിംഗ്. ദേരാ സച്ചാ സൗദ എന്ന പേരിൽ ഒരു പ്രത്യേക സിഖ് മതവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവരുടെ ആസ്ഥാനം പറഞ്ഞ ഹരിയാനയിലെ സിർസ. അവിടുത്തെ ഒരു സ്വയം പ്രഖ്യാപിത ആൾദൈവമാണ് ആര്? നമ്മുടെ റാം റഹീം സിംഗ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്താട്ടോ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്, ഒരുപാട് ആശുപത്രികൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ അമൃതാനന്ദമയുടെ അത്ര വരില്ല. പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യയിൽ അതിശക്തനാണ്. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം ലോകത്തെ ഏറ്റവും ശക്തനായ 100 പേരുടെ പട്ടിക തയ്യാറാക്കി കുറച്ചു കാലം മുമ്പ്. അതിനകത്ത് ഒരാളായിരുന്നു ആര്? നമ്മുടെ റാം റഹീം സിംഗ്. അദ്ദേഹം ഇതാ കേട്ടോ, ഈ ഭയങ്കരമായിട്ട് മറ്റേ സിനിമയിൽ അഭിനയിക്കുക, പാട്ട് പാടുക, അങ്ങനെ ഒരു സകലകലാ വല്ലഭനാണ്. തെരഞ്ഞെടുപ്പ് കാലമായി കഴിഞ്ഞാൽ ആദ്യം മൂപ്പര് കോൺഗ്രസ്സുകാരനായിരുന്നു. നമ്മുടെ അമരേന്ദ്ര സിംഗിൻ്റെ വിശ്വസനായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലമായി കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് വോട്ട് ചെയ്യാൻ പറയും. കാലം മാറി, ഇപ്പോൾ മൂപ്പരും മാറി. ഇവിടെ നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്താണ്. തെരഞ്ഞെടുപ്പ് കാലമായി കഴിഞ്ഞാൽ ആൾ BJP വേണ്ടി പ്രചരണത്തിനിറങ്ങും. ഹരിയാനയിൽ BJP ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ BJPയുടെ താരപ്രചാരകനായിരുന്നു ആര്? റാം റഹീം സിംഗ്. ഒരു ദിവസം ഹരിയാനയിലെ രണ്ട് സ്ത്രീകൾ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് തുടങ്ങി ഏതാണ്ട് ഒരു 10-15 ആൾക്കാർക്ക് 2 സ്ത്രീകൾ ഒരു കത്തയച്ചു. ഇവർ രണ്ടുപേരും തന്നെ റാം റഹീം സിംഗിൻ്റെ ആശ്രമത്തിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നു ഈ 2 സ്ത്രീകൾ. ഇവരെ പലപ്പോഴായിട്ട് റാം റഹീം സിംഗ് ബലാത്സംഗം ചെയ്തു. എന്ന് മാത്രമല്ല, ഒരുപാട് സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെല്ലാം തന്നെ കത്തയച്ചിട്ട് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. ഒരു നടപടിയേ ഉണ്ടാകുന്നില്ല. അവസാനം എന്ത് ചെയ്തു വെച്ചാൽ, ഒരു ദിവസം ഈ 2 വനിതകൾ സിർസ എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ ഒരു ടൗണാണ്. സിർസയിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും കയറി ഇറങ്ങി ഇവരുടെ പരാതികൾ കൊടുത്തു. അവിടുത്തെ പത്രക്കാർക്കെല്ലാം തന്നെ പരാതി കൊടുത്തു. ആ പരാതി റിപ്പോർട്ട് ചെയ്യാൻ ഒരു മാധ്യമം തയ്യാറായി. നമ്മുടെ ഇംഗ്ലീഷിലെ മാധ്യമങ്ങളുണ്ട്, പ്രാദേശിക ഭാഷയിലൊക്കെ ഹിന്ദി മാധ്യമം, ഒരാളും തന്നെ അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായില്ല. നമ്മുടെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മുടെ അമൃതാനന്ദമയ്ക്കെതിരെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമം വാർത്ത കൊടുക്കുമോ? അമൃതാനന്ദമയ്ക്കെതിരെ ഇവിടെ ആരെങ്കിലും വാർത്ത കൊടുക്കുമോ? ഇവിടെ ഉണ്ടല്ലോ കുറേ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന കുറേ മനുഷ്യദൈവങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ആരെങ്കിലും വാർത്ത കൊടുക്കുമോ? അതുപോലെയാണ് ഇത്. ഹരിയാനയിലെ സിർസയിൽ ഒരാൾ തന്നെ വാർത്ത കൊടുത്തില്ല. ആ സമയത്ത് ഹരിയാനയിലെ സിർസയിൽ രാംചന്ദ്ര ഛത്രപതി എന്നൊരു മാധ്യമ പ്രവർത്തകനുണ്ടായിരുന്നു. രാംചന്ദ്ര ഛത്രപതിക്ക് പൂരാ സച്ച് എന്ന പേരിലുള്ള ഒരു സായാഹ്ന പത്രം ഉണ്ടായിരുന്നു.
അറിയാമല്ലോ, സായാഹ്ന പത്രം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സാധ്യതയൊക്കെ വളരെ കുറച്ചാണ്. പക്ഷേ രാംചന്ദ്ര ഛത്രപതി എന്ത് ചെയ്തു വെച്ചാൽ, ഈ വാർത്ത കിട്ടിയതിൻ്റെ തൊട്ടടുത്ത ദിവസം പൂരാ സച്ചിൻ ഈ വാർത്ത, അതായത് ഈ നമ്മുടെ റാം റഹീം സിംഗ് എന്ന് പറയുന്ന ആള് ഇങ്ങനൊരു പീഡനം നടത്തിയിട്ടുണ്ടെന്നും ഈ റാം റഹീം സിംഗിനെതിരെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി പോയിട്ടുണ്ടെന്നുള്ള വാർത്ത കവർ സ്റ്റോറിയാക്കി. ഒരു ദിവസം കവർ സ്റ്റോറിയാക്കി. തൊട്ടടുത്ത ദിവസം രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ റാം റഹീം സിംഗിൻ്റെ ഗുണ്ടാസംഘം അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തി. സത്യസന്ധമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് ആ മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. അതോടെയാണ് ഈ വാർത്ത പുറത്തിറങ്ങുന്നത്. അതാണ് ഞാൻ പറയുന്നത്, റാം റഹീം സിംഗിൻ്റെ ആശ്രമങ്ങളിൽ നടക്കുന്ന സ്ത്രീപീഡനങ്ങൾ, ബലാത്സംഗ പരമ്പരകൾ വാർത്തയാക്കാനായി ഒരു മാധ്യമ പ്രവർത്തകന് രക്തസാക്ഷിയാവേണ്ടി വന്നു. ആ മാധ്യമ പ്രവർത്തകൻ്റെ പേരാണ് രാംചന്ദ്ര ഛത്രപതി. കാരണം ഇതൊന്നും നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് ഇതൊന്നും എത്തുന്നില്ല. എത്തിക്കേണ്ട ഇവിടുത്തെ മാധ്യമങ്ങളാണ്, അവരത് ചെയ്യുന്നില്ല. അതോടെ വലിയ വിഷയമായി. പിന്നെ ഇദ്ദേഹത്തിനെതിരെ നമ്മുടെ ആ മനുഷ്യ ദൈവത്തിനെതിരെ കേസെടുത്തു മാത്രമല്ല 2 കേസിലും ശിക്ഷിച്ചു. ഇദ്ദേഹത്തെ രാംചന്ദ്ര ഛത്രപതിയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിച്ചു, ബലാത്സംഗ കേസിൽ ശിക്ഷിച്ചു. രാംചന്ദ്ര ഛത്രപതിയെ കൊലപ്പെടുത്തിയ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ച അന്ന്, ഈ വിധി പ്രഖ്യാപനത്തിന് ശേഷം സിർസ കോടതിക്ക് മുമ്പ് ഏതാണ്ട് 10,000-ഓളം അനുയായികളെയാണ് അയാൾ രംഗത്തിറക്കിയത്. ആ മനുഷ്യദൈവം 10,000-ഓളം അനുയായികളെ രംഗത്തിറക്കി. വിധി വന്നതിന് ശേഷം വലിയ അക്രമം അഴിച്ചുവിട്ട് പോലീസ് വെടിവെച്ചു. 34 പേര് കൊല്ലപ്പെട്ടു. നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യദൈവത്തിനെതിരെ ഒരു വിധി പുറപ്പെടുവിച്ചാൽ അതിൻ്റെ പ്രത്യേകത 34 പേരാണെന്ന് കൊല്ലം. അങ്ങനെ ആദ്യ ആ കേസിൽ ശിക്ഷിച്ചു. രണ്ടാമത് ഈ സ്ത്രീകൾ കൊടുത്ത ബലാത്സംഗ കേസിലും ശിക്ഷിച്ചു. അങ്ങനെ കോടീശ്വരനായി മനുഷ്യദൈവം കുറേ കാലമായിട്ട് ജയിലിലായിരുന്നു. പക്ഷെ എന്താ സംഗതി ചോദിച്ചാൽ, അവിടെ ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഹിസ്റ്ററി. ആ ഹിസ്റ്ററി എന്താ വെച്ചാൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലത്തിനിടയിൽ 2-3 വർഷങ്ങൾക്കിടയിൽ ഇയാൾക്ക് ഏതാണ്ട് 17 തവണയാണ് പരോള് കിട്ടിയത്. എന്നും ജയിലിൽ പോകുന്നു, ഇറങ്ങുന്നു, പുറത്ത്. തെരഞ്ഞെടുപ്പായും അപ്പോൾ പരോള് കിട്ടും. തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ ദില്ലി നിയമസഭ ഇലക്ഷൻ, അപ്പോൾ നമ്മുടെ റാം റഹീം സിംഗിന് പരോള്. അദ്ദേഹം പുറത്ത് വരും, BJP-ക്കാരെ ജയിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. അടുത്ത് ഹരിയാന ഇലക്ഷൻ, അപ്പോൾ പരോള്, അദ്ദേഹം പുറത്തിറങ്ങും, BJP ജയിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യം ചെയ്യും. UP ഇലക്ഷൻ അപ്പോൾ പുറത്തിറങ്ങും, എല്ലാം ചെയ്യും. ജയിലിലും സുഖവാസം, പുറത്ത് സുഖവാസം. അങ്ങനെ എന്തായാലും ഇപ്പോൾ 2 മാസം മുമ്പ് ഈ രാംചന്ദ്ര ഛത്രപതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി ഈ മനുഷ്യ ദൈവത്തെ വെറുതെ വിട്ടു. വേറൊരു വലിയ തട്ടിപ്പുകാരുണ്ട്, ആസാറാം ബാപ്പുവിൻ്റെ പ്രത്യേകത, അതൊക്കെ മാധ്യമമായിട്ട് ബന്ധമുണ്ട്. ആസാറാം ബാപ്പുവാണ് ഈ യൂട്യൂബിൻ്റെയൊക്കെ സാധ്യത ഏറ്റവും ആദ്യം വിനിയോഗിച്ചൊരു മനുഷ്യദൈവം. ആസാറാം ബാപ്പു കോടീശ്വരനാണ്. അദ്ദേഹത്തിന് കുറേ ആത്മീയ പ്രസിദ്ധീകരണങ്ങളുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക വീടുകളിലും, ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹിന്ദു അപ്രകാശ് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ആത്മീയ പ്രസിദ്ധീകരണങ്ങളുണ്ടാവും. 2 എണ്ണമാണ്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രസിദ്ധീകരണങ്ങളുണ്ടാവും. ഒപ്പം തന്നെ TV-യിൽ എല്ലാ സമയത്തും നമ്മുടെ ബാബ രാംദേവിൻ്റെ യോഗ എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇത് വായിക്കുകയും ചെയ്യും, അത് കാണുകയും. ഇതാണ് ശരാശരി ഒരു ഉത്തരേന്ത്യൻ അപ്രകാശിത ഹിന്ദുവിൻ്റെ ഇന്നത്തെ ഒരു ഭൗതിക നിലവാരം. ആസാറാം ബാപ്പു ഇതേപോലെ തന്നെ അതിശക്തനായിരുന്നു, കരുത്തനായിരുന്നു, എല്ലായിരുന്നു. ഇയാൾക്കെതിരെ ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സംഘം പെൺകുട്ടികൾ എന്ത് ചെയ്തു? പെൺകുട്ടികൾ പരാതി കൊടുത്തു. ഇയാൾ നിരന്തരം പീഡിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത്. അന്ന് BJP ഇത്ര കണ്ട് ശക്തമായിട്ടില്ല കേട്ടോ. രാജസ്ഥാനിൽ BJP ഇത്ര കണ്ട് ശക്തമായിട്ടില്ല. ഈ കുട്ടികൾ ഉറച്ചു നിന്നു. ഈ ആസാറാം ബാപ്പുവിനെ അറസ്റ്റ് ചെയ്ത് കേസിൻ്റെ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കുക, അറസ്റ്റ് ചെയ്ത് കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനം പറഞ്ഞാൽ ദൃക്സാക്ഷികൾ. കാരണം ഇത്തരം ശക്തമായ കേസിൽ ഇത്തരം ശക്തർക്കെതിരെ കോടതിക്ക് മുമ്പാകെ മൊഴി നൽകാൻ അറിയാമല്ലോ, സാധാരണ രീതിയിൽ ആൾക്കാർ തയ്യാറാവില്ല. പക്ഷേ അതിനകത്ത് ചില ആൾക്കാർ ധീരമായ നിലപാടെടുത്തു. അങ്ങനെ മൊഴി നൽകാനായി കോടതിയിലെത്തിയ ഒരാളെ ആസാറാം ബാപ്പുവിൻ്റെ കുണ്ടകൾ വെടിവെച്ചു.
നിങ്ങൾ ആലോചിക്കുക, ആസാറാം ബാപ്പുവിൻ്റെ ഗുണ്ടകൾ പിടിയിച്ചു. എന്നിട്ടും ആ ഇതിനകത്തെ സാക്ഷികൾ, ഈ പീഡനത്തിനിരയായ സ്ത്രീകൾ ശക്തമായ നിലപാടെടുത്തു. അങ്ങനെ ആസാറാം ബാപ്പുവിനെ കോടതി ശിക്ഷിച്ച് ആസാറാം ബാപ്പു ജയിലിലാണ്. പക്ഷേ ആസാറാം ബാപ്പു ഇപ്പോൾ പുറത്തിറങ്ങി. ആസാറാം ബാപ്പു തനിക്ക് അസുഖമാണ് എന്നും പറഞ്ഞ് ദീർഘകാല പരോളല്ല എന്ത് ബെയിലെന്നും പറഞ്ഞ്, എനിക്ക് അറിയില്ല അത് ഇതൊക്കെ എന്ത് നിയമമാണെന്ന് അറിയില്ല. ആ കൊടും ക്രിമിനൽ പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടാണ് പോയത്? ആദ്യം പോയത് ഒരു കൊടും ക്രിമിനൽ, ഒരു ഹിന്ദുത്വ ഭീകരൻ, കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു ക്രിമിനൽ, സംഘപരിവാറിൻ്റെ വിശ്വസ്തൻ, അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം പോകുന്ന എങ്ങോട്ടായിരിക്കും? ആദ്യം പോകുന്ന സംശയം വേണ്ട, അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ യുപിയിലെ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ വിശിഷ്ടാതിഥിയായി നേരെ അവിടെ ചെന്ന് ഏതാണ്ട് VIP പരിഗണനയോടുകൂടി അവിടെ ചെന്ന് പ്രാർത്ഥനാ സംഗതിയെല്ലാം നടത്തി. അപ്പം പക്ഷേ ഇതൊന്നും തന്നെ ഞാൻ പറഞ്ഞു, ഇതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. നിങ്ങളറിയാമല്ലോ, ആ ഡൽഹിയിലെ ഒരു പെൺകുട്ടി, ഡൽഹിയിലെ നിർഭയ, നമ്മൾ നിർഭയ എന്നാണ് വിളിക്കുക, ഒരു പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സമയത്ത് 1 വർഷത്തോളം നമ്മുടെ മാധ്യമങ്ങളുടെ മുഖ്യ വാർത്ത അതായിരുന്നു. അതാവണം കേട്ടോ, ആവണം, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതേപോലെ ഈ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും പേരും പറഞ്ഞ് സംഘപരിവാറിൻ്റെ കുടക്കീഴിൽ നിൽക്കുന്ന കൊടും ക്രിമിനലുകൾ എന്ത് തെമ്മാടിത്തം കാണിച്ചാലും, എന്ത് ക്രിമിനൽ പ്രവൃത്തി കാണിച്ചാലും ഒരു ലോക്കൽ പേജിൽ പോലും ഇന്ന് അതൊരു വാർത്തയാകും. ഇത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതിനെ എങ്ങനെ നേരിടണമെന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിനെ എങ്ങനെ നേരിടണം? ആദ്യം പറയും, നമ്മുടെ ആൾക്കാരൊക്കെ ധാരണ ഇതൊന്നും ഇങ്ങനെയല്ലേ, അതിപ്പോൾ UP എന്ത് കിടന്ന് എനിക്കെന്താ കുഴപ്പം? അങ്ങനെയല്ലേ, UP എന്ത് കിടന്ന് എനിക്കെന്താ കുഴപ്പം? നമ്മുടെ ഈ PD സതീശൻ സർക്കാരിലെ മന്ത്രിമാരാരും തന്നെ 13 നമ്പർ കാർ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ എനിക്കെന്താ കുഴപ്പം? ഒറ്റ കുഴപ്പമുള്ള ഈ പറയുന്ന ആൾക്കാർക്ക് മക്കളുണ്ട്. ഈ പറയുന്ന ആൾക്കാരുടെ മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, പഠിക്കാൻ മിടുക്കരായിരിക്കും, ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അവർക്ക് കിട്ടുന്നത് 13 നമ്പർ. ഒന്നാമനെ വിളിച്ചു, രണ്ടാമനെ വിളിച്ചു, മൂന്നാമനെ വിളിച്ചു, 13 നമ്പറുകാരിയാണ് ആര്? ഈ പെൺകുട്ടി നന്നായി പെർഫോം ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നത് മണ്ട ശിരോമണിയാണെങ്കിൽ 13 നമ്പർ തുല്യക്ഷരം നന്നായി പെർഫോം ചെയ്തു. പക്ഷേ ഈ കുട്ടിക്ക് 13 നമ്പറുകാരിക്കെങ്ങാനും നമ്മൾ ജോലി കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരെയും ബാധിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക. അതിന് ഞാൻ പറഞ്ഞ പോലെ അധികം ആൾക്കാർ വേണ്ട. നമ്മുടെ ഈ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ദൈവിക വിശ്വാസത്തോടും എല്ലാം തന്നെ യോജിപ്പുണ്ട്. പക്ഷേ വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 100 മണ്ടന്മാരെയല്ല എനിക്ക് ആവശ്യം, 100 മണ്ടന്മാരെയല്ല എനിക്ക് ആവശ്യം, ബുദ്ധിബോധവും യുക്തിബോധവും ഒക്കെ ഉള്ള ഒരാളെയാണ്. അതുകൊണ്ട് അംഗപരം എന്നത് ഒരു ഘടകമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 25 വിദ്യാർത്ഥികളുണ്ട്, മിടുക്കന്മാരാണ് കേട്ടോ. ഒരു ക്ലാസ്സിൽ 25 വിദ്യാർത്ഥികൾ, എല്ലാമാർക്കും റാങ്ക് ഹോൾഡേഴ്സാണ്. BTech MTech റിസർച്ച് എല്ലാം ഉണ്ട്. നല്ല ഈ ഇലക്ട്രോണിക്സിൽ ഈ റാങ്ക് കിട്ടിയ ആൾക്ക്, ഇലക്ട്രോണിക്സിൽ റാങ്ക് കിട്ടിയ ആളാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അവിടുന്ന് ഡോക്ടറേറ്റ് കിട്ടി, എല്ലാം കിട്ടി. പക്ഷെ ഒറ്റ കുഴപ്പമില്ല, എന്താ വെച്ചാൽ ബൾബ് മാറ്റാറില്ല. എന്തായിരിക്കും അവസ്ഥ? അതേ സമയത്ത് SLC പാസ്സായിട്ടില്ല, പക്ഷെ ഓന് ബൾബ് മാറ്റാറിയാം. ഈ ഒരു ഗ്യാസ് കഴിഞ്ഞ് അതിൻ്റെ മറ്റേ സിലിണ്ടർ മാറ്റാറിയാം. ഇതിന് ആരെക്കൊണ്ടാണ് കാര്യം? ആര് നേടുന്നതാണ് വിവരം? ആരുടെ പക്കലാണ് ജ്ഞാനമുള്ളത്?